ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയും ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു വാർത്തയുമാണ്. ഗൗരവത്തോടെയാണ് നമ്മളിത് കാണേണ്ടത്. പാകിസ്ഥാൻ രണ്ടായി പിളരുന്നു, പുതിയ രാജ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ്. അതായത് ഈ പാകിസ്ഥാനുമായി സന്ധി ചേർന്ന് പോകാൻ കഴിയില്ല എന്നാണ് പാകിസ്ഥാനിലെ പാർലമെന്ററി അംഗം മൗലാന ഫസലുൽ റഹ്മാൻ പറയുന്നത്. സത്യത്തിൽ ഇത് ഏത് തരത്തിലേക്കാണ് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുന്നത്? അദ്ദേഹം ഉദ്ദേശിച്ചത് ബലൂചിസ്ഥാൻ മേഖലയാണ്. ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു മേഖല പാകിസ്ഥാനുമായിട്ട് ഒട്ടും യോജിക്കുന്നില്ല. അവരുടെ ഭൂപ്രകൃതി ആയിക്കോട്ടെ, അവരുടെ ഭക്ഷണ രീതി ആയിക്കോട്ടെ, പാകിസ്ഥാന്റെ സംസ്കാരം ആയിക്കോട്ടെ, തികച്ചും വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ബലൂചിസ്ഥാനിൽ ഉൾപ്പെട്ട 7 ജില്ലകളിൽ ഒരു കലാപം പോലും പൊട്ടിപ്പുറപ്പെടാൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറുന്നു. അതായത് ആ മേഖലയിൽ എപ്പോൾ വേണമെങ്കിലും ഒരു സംഘർഷം ഉണ്ടാകാം. കൂടാതെ അവിടെ ഷിയ മുസ്ലിങ്ങളും സുന്നി മുസ്ലിങ്ങളും ഉണ്ട്. അവർ തമ്മിലും അത്ര സുഖകരമല്ലാത്ത സംഘർഷമുണ്ട്. ഇവരുടെ പ്രശ്നം ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര രാജ്യം വേണമെന്നാണ്. അതിനു വേണ്ടിയിട്ട് അവർ അവിടെ ഒരു ചാവേർ സംഘടന ഉണ്ടാക്കി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്നാണ് പറയുന്നത്. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് സാമ്പത്തികപരമായ സഹായങ്ങൾ കിട്ടുന്നുണ്ട്, ഒപ്പം സൈനികപരമായ സഹായങ്ങൾ കിട്ടുന്നുണ്ട്. എവിടെ നിന്ന്? ഇതൊരു വലിയ ചോദ്യമാണ്. അഫ്ഗാനിൽ നിന്നാണ് സഹായം കിട്ടുന്നതെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും താരതമ്യേന പാകിസ്ഥാനെ പോലെയുള്ള ഒരു ദരിദ്ര രാജ്യമാണ് അഫ്ഗാൻ. അപ്പോൾ അവിടെ നിന്ന് കിട്ടില്ല. പിന്നെ കിട്ടാനുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇന്ത്യയാണ്. അപ്പോൾ പാകിസ്ഥാൻ സ്വാഭാവികമായും സംശയിക്കുന്നത് ഇന്ത്യയാണ്. പാകിസ്ഥാനിലേക്ക് കടന്നു കയറാൻ ഏറ്റവും കൂടുതൽ അവകാശം കൊടുത്തിട്ടുള്ളത് ചൈന എന്ന് പറയുന്ന രാജ്യത്താണ്. അതുകൊണ്ടാണ് ബലൂചിസ്ഥാൻ്റെ തൊട്ടടുത്തുള്ള ഗ്വാദർ തുറമുഖം ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്യുന്ന കാര്യത്തിൽ ചൈനയുടെ പങ്കാളിത്തമുണ്ട്. ചൈനയുടെ പ്രധാന പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ചൈനയിലെ ഈ ഗ്വാദർ തുറമുഖം ഉൾപ്പെടുന്ന ഭാഗങ്ങളിലേക്ക് ഒരു കോറിഡോർ നിർമ്മിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ചൈനീസ് പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ എന്നാണ് അതിൻ്റെ പേര്. ഇതുവേണ്ടി വലിയ തോതിൽ ചൈന ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതേക്കുറിച്ച് മോണിറ്റർ ചെയ്യാൻ, പണിയെടുക്കാനൊക്കെ ആയിട്ട് ചൈനീസ് ലേബേഴ്സ്, ചൈനീസ് എഞ്ചിനീയേഴ്സ് ഒക്കെ അവിടെ വരും. പക്ഷേ ഈ ബലൂചിസ്ഥാന് പാകിസ്ഥാൻ ആർമിയെ പോലും അവിടെ ഇഷ്ടമല്ല. അങ്ങനെ വരുമ്പോൾ ചൈനക്കാരെ ഇഷ്ടപ്പെടുമോ? സ്വാഭാവികമായും ചൈനക്കാർ വരുന്നത് ഗ്വാദർ തുറമുഖം ഉൾപ്പെടെയുള്ള ബലൂചിസ്ഥാനിലെ ഭരണം പിടിക്കാനാണ്, അവിടെ സ്വാധീനം ഉറപ്പിക്കാനാണെന്നാണ് അവർ കരുതുന്നത്. ബലൂജികൾ എന്ന് പറഞ്ഞാൽ ഗോത്ര വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ അവർ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് അവിടേക്ക് ആരെങ്കിലും കടന്നു കയറിയാൽ അവർക്കെതിരെ ഏത് തരത്തിലാണ് ആക്രമണം നടത്തുന്നതെന്നോ ഏത് രീതിയിലാണ് അവരുടെ ഇടപെടൽ ഉണ്ടാകുന്നതെന്നോ പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ചൈനീസ് പട്ടാളക്കാർ പാകിസ്ഥാൻ പട്ടാളക്കാർ അതുവഴി കടന്നു പോയാൽ വാഹനം തടഞ്ഞു നിർത്തിയിട്ട് പാക് പട്ടാളക്കാരെ പുറത്തിറക്കിയിട്ട് വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലുന്ന നിലപാട് വരെ സ്വീകരിക്കും. ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ കഴിഞ്ഞ നവംബർ മുതൽ തന്നെ ഈ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെയാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തു പോകുന്നത്. ഇതുകൂടാതെ തന്നെയാണ് പാക് ഒക്കുപ്പൈഡ് കാശ്മീറുണ്ട്. അവിടുത്തെ ജനങ്ങളും ഏതാണ്ട് പാകിസ്ഥാൻ ഭരണകൂടത്തോട് നല്ല രീതിയിൽ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാരണം എന്ന് പറയുന്നത് കാശ്മീരുമായി ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തുന്ന ഡെവലപ്മെൻറ്റ്, വികസന പ്രവർത്തനങ്ങൾ. ഇത് അവർക്ക് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അത് കണ്ടുവരുന്ന പാക് ഒക്കുപ്പൈഡ് കാശ്മീരിലെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ അവർക്കൊരു സ്വാതന്ത്ര്യം വേണം, അല്ലെങ്കിൽ ഇനി പാകിസ്ഥാനുമായിട്ട് യോജിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടെടുക്കുന്നുണ്ട്. ഈ ബലൂചിസ്ഥാനിലെ ആളുകൾക്ക് പൊതുവെ ഇന്ത്യയോട് കുറച്ച് താല്പര്യം കൂടുതലില്ലേ? തീർച്ചയായിട്ടും. പാകിസ്ഥാന്റെ സംസ്കാരവുമായി വേറിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി. ഈ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പ്രവർത്തിക്കുന്നത് തന്നെ ബലൂചിസ്ഥാൻ എന്ന ഒരു സ്വതന്ത്ര രാജ്യം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു സ്വതന്ത്ര രാജ്യം സൃഷ്ടിക്കണമെങ്കിൽ ആരുടെയെങ്കിലും സഹായം വേണ്ടേ? പാകിസ്ഥാൻ ആർമിയെ തുരത്തണമെങ്കിൽ ആയുധങ്ങൾ വേണം, വേണ്ട സാമ്പത്തിക സഹായം വേണം. ഇതെല്ലാം കൊടുക്കുന്ന റോ ആണെന്നാണ് ഒരു ആക്ഷേപം. എന്ന് പറഞ്ഞാൽ അജിത് ഡോവലിൻ്റെ മറ്റൊരു ഓപ്പറേഷൻ്റെ ഭാഗമാണ് ഇത് എന്ന് പറഞ്ഞാൽ സംശയിക്കുന്നതിൽ കാര്യമില്ല. ഇത് മാത്രമല്ല, ഈ സിന്ധ് പ്രവിശ്യ, അതുപോലെ പഞ്ചാബ് പ്രവിശ്യ, ഇവിടെയുള്ള ജനങ്ങളിലും വലിയ അസ്വസ്ഥത പടരുന്നുണ്ട്. കാരണം പാകിസ്ഥാനിലെ ആർമിയേക്കാൾ കൂടുതൽ ശക്തി ആർജിക്കുന്ന തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ പോലെയുള്ള തീവ്രവാദ സംഘടനകൾ അവിടെ വേരൂന്നിയിട്ടുണ്ട്. അതായത് അവിടുത്തെ ഗ്രാമത്തിൻ്റെ, ഗോത്രത്തിൻ്റെയൊക്കെ തലവൻ എന്ന് പറയുന്നത് ഈ ഭീകരവാദി സംഘടനകളുടെ തലവനായിരിക്കും. അവർ നിയമിക്കുന്ന പോലെ, അവർ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങും. അപ്പോൾ അവിടുത്തെ സാധാരണ ജനങ്ങളുടെ സ്വസ്ഥമായ ജീവിതം തകർന്നു പോകും. അപ്പം ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ബലൂചിസ്ഥാൻ ഇന്ത്യയോട് സഹായം ആവശ്യപ്പെട്ടാൽ ഇന്ത്യൻ സേന പാകിസ്ഥാനെതിരെ, അല്ലെങ്കിൽ പാകിസ്ഥാനെ ബലൂചിസ്ഥാനിൽ നിന്ന് രക്ഷിക്കാനായുള്ള ശ്രമങ്ങളിലേക്ക് ഇന്ത്യൻ സേന കടക്കുമോ? അങ്ങനെ ആ പറയുന്നതിനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബലൂചിസ്ഥാൻ മേഖലയുടെ മറ്റൊരു പ്രത്യേകത, അവിടെ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉള്ള ധാതുക്കൾ എന്ന് പറയും. ഈ ധാതുക്കളൊക്കെ ഖനനം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് സ്വാഭാവികമായി അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റും. അപ്പോൾ ചൈനയുടെ അവിടുത്തെ ഒരു നിക്ഷേപം എന്ന് പറയുന്നത് ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോറിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഇതുമായി ബന്ധപ്പെട്ട് ഗ്വാദർ തുറമുഖം വികസിപ്പിക്കുന്നു. തൊട്ടടുത്ത് ഗ്വാദറിനടുത്ത് ഒരു എയർപോർട്ട് ചൈന നിർമ്മിക്കുന്നു. ഇതൊക്കെ ഇവിടുത്തെ മിനറൽസ് പിന്നീട് ഉപയോഗിക്കാം എന്നുള്ള കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ്.
അതുകൊണ്ടാണ്. ഇത് ബലൂചിസ്ഥാനിലെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് മറ്റേതെങ്കിലും രാജ്യത്തെ അവിടേക്ക് കൊണ്ടുവരാൻ അവർ ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ ബലൂചിസ്ഥാൻ ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാവുകയാണെങ്കിൽ ഇന്ത്യയുമായി കൈകോർക്കാൻ അവർ തയ്യാറാണ്. അപ്പോൾ ഇന്ത്യയുമായി കൈകോർക്കണമെങ്കിൽ പണ്ട് കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുകയും കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ ആർമി ശത്രുതാപരമായ നിലപാടെടുക്കുകയും അവിടുത്തെ സ്ത്രീകളെ അടക്കം ബലാത്സംഗം ചെയ്യുകയും ചെയ്തു. അന്ന് ഇന്ത്യൻ ആർമി അവിടെ ഇടപെട്ടു. ആ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത്. അപ്പോൾ പാകിസ്ഥാൻ ആർമിക്കെതിരെ ശക്തമായ നിലപാടുമായിട്ട് അവിടുത്തെ ജനങ്ങൾ ആഭ്യന്തര കലാപം ഉണ്ടാക്കിയാൽ, ആഭ്യന്തര കലാപം സൃഷ്ടിക്കപ്പെട്ടാൽ ഇന്ത്യ സഹായത്തിനെത്തും, ഇന്ത്യൻ ആർമി അവിടെ സഹായിക്കാനെത്തും. അങ്ങനെ ആ സഹായത്തിനെത്തുകയും പാകിസ്ഥാൻ ആർമി തിരിഞ്ഞോടുകയും ചെയ്താൽ പുതിയൊരു രാജ്യം വരാം. ഇത് ബംഗ്ലാദേശ് സൃഷ്ടിച്ചതിലൂടെ നമ്മൾ തെളിയിച്ചതാണ്. ഇത് തന്നെയാണ് ബലൂചിസ്ഥാനികളും പ്രതീക്ഷിക്കുന്നത്. ഒരു പക്ഷേ ഇത്തരം ഒരു കലാപവുമായി ഞങ്ങൾ നീങ്ങിയാൽ ഇന്ത്യ സഹായിക്കാൻ എത്തുമോ? പരസ്യമായി ഇന്ത്യയോട് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഡീലിങ്സ്, ഇപ്പോൾ റോയൊക്കെ നടത്തുന്ന ഡീലിങ്സ് എന്താണെന്ന് പുറത്തു പറയില്ല. ഇന്ത്യ അങ്ങനെ ഒരു രാജ്യത്തെ വിഭജിക്കണമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും അന്തിമമായൊരു തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പം നരേന്ദ്രമോദി അല്ലെങ്കിൽ അജിത് ഡോവൽ ഉൾപ്പെടുന്ന ഇതിനെ നേതൃത്വം വഹിക്കുന്ന സംഘമുണ്ടല്ലോ, ഇവർ ഒരു തീരുമാനം എടുത്താൽ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഉണ്ടാകാൻ മണിക്കൂറുകൾ മതി. പക്ഷേ അത്തരം ഒരു രാജ്യം ഉണ്ടാവുകയാണെങ്കിൽ ഒരു പക്ഷേ പാകിസ്ഥാനുമായി മറ്റൊരു യുദ്ധത്തിലേക്ക് നമ്മൾ പോകണം. നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിലപാട് യുദ്ധം എന്ന കാര്യത്തോട് മുന്നോട്ട് പോകുന്നതിനോട് തീരെ താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നറായിട്ട്, അതായത് ആന്തരികമായി സഹായം ചെയ്യും, പക്ഷേ ബാഹ്യമായിട്ട് നമ്മളാണ് മുമ്പിൽ നിൽക്കുന്നതെന്ന് പറയില്ല. ബലൂചിസ്ഥാനികളുടെ ആവശ്യം അഫ്ഗാൻ്റെയോ ഇന്ത്യയുടെയോ ബാഹ്യമായ ഒരു പിന്തുണ വേണം. ചൈനയെ ഒരു കാരണവശാലും അവിടെ അംഗീകരിക്കില്ല. ഇപ്പം ചൈന സ്വന്തമായിട്ട് അവിടെ ഒരു എയർപോർട്ട് നിർമ്മിച്ചത് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയാണ്. പക്ഷേ ഈ തുറമുഖം നിർമ്മിച്ചതിന് ശേഷവും ബലൂചിസ്ഥാനികൾ ചൈനയിലെ 3 എഞ്ചിനീയേഴ്സിനെ അടക്കം അവിടെ വെടിവെച്ചു കൊന്നു. അപ്പോൾ ചൈനക്കാരായ ആളുകളെ കണ്ടാൽ ഉടൻ വെടിവെച്ചു കൊല്ലുകയാണ്. അപ്പോൾ ചൈന പാകിസ്ഥാനോട് അവിടുത്തെ ആർമിയോട് സഹായം ചോദിച്ചു. ആർമി കൈമലർത്തി കാണിച്ചു. കാരണം ഞങ്ങൾ അങ്ങോട്ട് ചെന്നാൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന് പറയുന്ന ചാവേർ സംഘടന, അതാണ് അതിൻ്റെ പ്രത്യേകത. അവർക്ക് കൊല്ലാനും ചാകാനും മടിയില്ല. സ്വയം ചാകാൻ തയ്യാറെടുത്ത് നടക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ഒരു വലിയ സംഘം. ഈ സംഘത്തെ നേരിടാൻ അവർക്ക് പറ്റില്ല. അപ്പോൾ പറയുകയാണ്, ഇനി ചൈനയിൽ നിന്ന് സ്വകാര്യ ആർമിയുണ്ട് ചൈനയിലൊക്കെ, ഈ സ്വകാര്യ ആർമിയെ കൊണ്ടുവന്ന് ഞങ്ങൾ ഇതിനെ പ്രതിരോധിക്കണമെന്ന് ചോദിച്ചു. അപ്പോഴും പാകിസ്ഥാൻ കൈമലർത്തുന്നു. അവസാനമായി പറഞ്ഞു നിർത്തിയാൽ പാകിസ്ഥാന് അവിടുത്തെ ആഭ്യന്തര കലാപത്തെ, അവിടുത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഒന്നും അടിച്ചമർത്താൻ കഴിയാത്ത സാഹചര്യമാണ്. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി വന്നതോടുകൂടി പാകിസ്ഥാൻ ഇത്രയും നാൾ നൽകിക്കൊണ്ടിരുന്ന എയ്ഡ്, സാമ്പത്തിക സഹായം നിർത്തലാക്കി. സൈനിക സഹായം ബൈഡൻ കൊടുക്കുന്ന പോലെ ട്രംപ് കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ ട്രംപിന് പാകിസ്ഥാനെ കണ്ടുകൂടാ. അപ്പോൾ പാകിസ്ഥാൻ 2ഓ 3ഓ രാജ്യമായി വിഭജിച്ചോട്ടെ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ബലൂചിസ്ഥാനെക്കുറിച്ച് പറയുന്നത് പോലെ സിന്ധു മേഖലയിലെ ജനങ്ങളും അസംതൃപ്തരാണ്. അവരും പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. പഷ്തൂൺഖ എന്ന് പറയുന്ന മറ്റൊരു മേഖലയുണ്ട്. ഈ പഷ്തൂൺഖാൻ മേഖലക്കാരും ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നു. ഈ മേഖലകളിൽ ആളുകൾ താമസിക്കുന്നത് പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിലാണ്. പണ്ട് ഈ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കാനായി ഡ്യൂറൻ ലൈൻ എന്ന് പറഞ്ഞ ഒരു സാങ്കല്പിക നിയന്ത്രണ രേഖ വരച്ചിരുന്നു. ഇത് സാങ്കല്പിക രേഖയാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗത്ത് പഷ്തൂൺഖ വിഭാഗക്കാർ അഫ്ഗാനിസ്ഥാനിൽ, കുറച്ച് പേര് ഇപ്പുറത്ത് പാകിസ്ഥാനിൽ. ഇവർ തന്നെ ഏതാണ്ട് 4 കോടിയോളം ആൾക്കാർ വരും. ഇവർക്കെല്ലാം കൂടെ ചേർന്ന് ഇനി പഷ്തൂൺഖ മേഖലയിൽ ഒരു രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അവിടെയും ആഭ്യന്തര കലാപമുണ്ട്. ഇനി സിന്ധ് പഞ്ചാബ് മേഖല, ഇവരും വലിയ അസംതൃപ്തരാണ്. ഇവരും പാകിസ്ഥാൻ ആർമി അംഗീകരിക്കുന്നില്ല. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും പാകിസ്ഥാൻ്റെ ഈ ആഭ്യന്തര കലാപം വലിയ രീതിയിൽ പൊട്ടിപ്പുറപ്പെടാം. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉത്തമ ഉദാഹരണമായി മാറുകയാണ് ഈ ബലൂചിസ്ഥാൻ മേഖല. അവിടുത്തെ 7 ജില്ലകളിലാണ് ഇപ്പോൾ കലാപ സമാനമായ അന്തരീക്ഷം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാർലമെൻറ്റ് മെമ്പർ പറയുന്നത് അവിടെയുള്ള ജനങ്ങളെ സൂക്ഷിക്കണം, അവിടെയുള്ള പ്രദേശവാസികൾ പാകിസ്ഥാനിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറാകുന്നു. അപ്പോൾ പാകിസ്ഥാൻ ഭരണകൂടം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുമോ? അവിടുത്തെ പട്ടാള തലവന്മാർ ഇതിനെതിരെ ആക്ഷൻ എടുക്കുമോ എന്ന കാര്യത്തിലൊന്നും ഔദ്യോഗികമായ അറിയിപ്പ് വന്നിട്ടില്ല. അതെ, തീർച്ചയായിട്ടും ഇത് വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഇന്ത്യ ഇതെങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നുള്ളത് തന്നെയാണ്. കാരണം ബലൂചിസ്ഥാനോടൊപ്പം ഇന്ത്യൻ സേന കൂടി ചേർന്നാൽ പാകിസ്ഥാൻ പിളരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എങ്ങനെയാണ് എന്ന് വരും ദിവസങ്ങൾ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും.